ഹലോ, ഞാൻ ലിപില്ലി. അപ്പൊ ഞാൻ ഇന്നൊരു സിനിമ കണ്ടു. ഐ നോബഡി. ഐ നോബഡിയാ സാധാരണ ഐ ആം നോബഡി എന്നാണ്. എന്താ ഐ നോബഡി എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ പടം. പടം ഓടൊക്കെ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പടം കിട്ടുന്ന ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ തോന്നും. കാരണം അമ്മാതിരി ഒരു ആക്ഷനൊക്കെ പൃഥ്വിരാജിന്റെ ഉണ്ട്. കാരണം പൃഥ്വിരാജിന്റെ ആക്ഷൻ നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടം പിടിച്ചതെന്ന് പറഞ്ഞത്, അതായത് ഡയറക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ മറ്റേ നിസാം ബഷീർ, മറ്റേ റോഷാക്ക് പടം തന്നെയാണ് പുള്ളിയുടെ കരിയർ ബെസ്റ്റ് സാധനം തന്നെ. പക്ഷെ എന്നിരുന്നാലും ഇതും ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. ഈ പടത്തിലെ കിടിലൻ തന്നെയാണ്. കിടിലൻ മേക്കിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പടത്തിൽ വന്നത്. പിന്നെ പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്ന മറ്റേ സുപ്രിയ മേനോൻ പൃഥ്വിരാജിന്റെ വൈഫ് തന്നെയാണ്. അതെ, പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ഞാൻ കണ്ടായിരുന്നു. പിന്നെ പടത്തില് മെയിൻ ആയിട്ട് അഭിനയിച്ചിരുന്ന പൃഥ്വിരാജിന്റെ നായികയായിട്ട് മറ്റേ പാർവതി തിരുവത്ത്. അത് ഒരു കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ അവരുടെ ഇതിലേക്ക് വരുന്ന കുറച്ച് അത് നിങ്ങൾ പടത്തിൽ കണ്ടോക്ക്. ഇത് പടം എന്ന് പറഞ്ഞാൽ ഒരു പക്ക ത്രില്ലർ സാധനം. കാരണം ഇതിന്റെ തുടക്കം തന്നെ പൃഥ്വിരാജിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ കാട്ടുമ്പോ തന്നെ ആ BGM സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, ഗംഭീരം എന്ന് പറയാം. പിന്നെ വിജയരാഘവൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് പുള്ളി വിജയരാഘവൻ. അതേപോലെ തന്നെ അശോകന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ ഒരു ദിവസ കൂലിക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തിട്ടുണ്ട്. മറ്റേ കടവും അങ്ങനെയൊക്കെ നടക്കുന്നു. ആ അശോകന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വിജയരാഘവൻ എന്ന് പറഞ്ഞാൽ ഇതിൽ CM ആയിട്ടാണ് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതിലൊരു ഇത് പറ്റി. അതായത് ഇതില് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ആദ്യം കാട്ടുന്നത് പ്രതിപക്ഷ നേതാവിനെ കാട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആദ്യം കാട്ടുന്നത് എന്താന്ന് വെച്ചാലേ, അതായത് പിണറായി വിജയന്റെ ഏകദേശം ഒരു ലുക്ക് അത് ആ പടത്തിന് ഒരു ഫ്ലാഷ് സെക്കൻഡ് മാത്രമേ കാട്ടുന്നുള്ളൂ. ഒരു ഒറ്റ സെക്കൻഡ് മാത്രം മറ്റേ പിണറായി വിജയന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ കാട്ടുന്നുണ്ട്. ഒരു ഒറ്റ സീൻ മാത്രം. പിന്നെ അയാളെ കാട്ടുള്ളൂ. പിന്നെ തീയം എന്ന് പറഞ്ഞാൽ വന്നത് വിജയരാഘവനാണ്. അതെന്താണെന്ന് അറിയില്ല, ചിലപ്പോ എഡിറ്റ് കളഞ്ഞാണെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ആദ്യം കാട്ടുന്ന CM എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയന്റെ കറക്റ്റ് ലുക്കുള്ള ഒരു പുള്ളിയാണ് ഇതിൽ വന്നത്. അതാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പിന്നെ അതേപോലെ തന്നെ നന്ദുവും ഇതില് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹക്കീം ഷാ, പുള്ളിക്കാരെ ഒരു പോലീസുകാരനായിട്ടാണ്. അതെന്തായാലും കണ്ടു നോക്കുക. എന്തായാലും പടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞ അമ്മാതിരി സാധനം കിട്ടുന്നുണ്ട്. അത് നല്ലൊരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ നിന്ന് കാണുകയാണെങ്കിൽ പക്കയാണ്. എന്റെ തുടക്കം പൃഥ്വിരാജിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ കാണിക്കുമ്പോ ഉള്ള BGM-ഉം കാര്യങ്ങളൊക്കെ തന്നെ മതി ആ പടം കണ്ടതിന്റെ ഒരു തൃപ്തി കിട്ടാൻ. എന്തായാലും കൊള്ളാം. പിന്നെ ഇതിൽ 2 പിള്ളേര് അഭിനയിച്ചിട്ടുണ്ട്. പിള്ളേര് നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് കൂടുതൽ ഞാൻ പറയാനുള്ളൂ, എന്തായാലും അഭിനയിച്ച എല്ലാവരും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഇതിൽ പറയാനുള്ളൂ. പിന്നെ മറ്റേ അശോകന്റെ ഭാര്യയായിട്ടാ, പേര് എനിക്ക് ശരിക്കും കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും എല്ലാവരും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് അതായത് ഒരാൾക്ക് എന്തോ ഒരു സൗഭാഗ്യം എന്ന് പറയാൻ പറ്റൂല. അതായത് തെറ്റുകാരനയിലും വിട്ട് അതെന്തായാലും ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു തന്നാ ആ പടത്തിന്റെ കഥ അങ്ങോട്ട് പറഞ്ഞു. അതാണ് എന്തായാലും കാണാനുള്ള ഒരു പടമുണ്ട്, തിയേറ്ററിൽ തന്നെ കാണാനുള്ള ഒരു പടമുണ്ട്, ഐ നോബഡി. പൃഥ്വിരാജ് വിശാൽ പുള്ളിക്കാരെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനെ ഇനിയിപ്പോ അടുത്ത് ഖലീഫ ആ പടം ഈ ഒരു ലെവലിലാണെങ്കിൽ ഉണ്ടല്ല, ഈ ലെവലിന് മീതി ആയിരിക്കുള്ള എന്തായാലും. അതിന്റെ മറ്റേ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സംഭവങ്ങളായിരിക്കുള്ള എന്തായാലും പൃഥ്വിരാജ് ഇപ്പൊ സെലക്റ്റീവ് ആയിട്ട് പടങ്ങൾ ചെയ്യണം. കാരണം പുള്ളിയുടെ ഓരോ പടങ്ങൾ കണ്ടാലും നമുക്കത് അറിയാം. എന്തായാലും ഈ ഒരു പടം ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു പടം. കൊടുത്തൊക്കെ കാശ് മുതലാവും. അമ്മാതിരി ഒരു പടമാണ് ഐ നോബഡി. എന്തായാലും കാണാനുള്ളവർക്ക് കാണാം. ശരി.